ഈ PCOD ഉള്ളവർ, മൈഗ്രെയിൻ ഉള്ളവർ, അവർക്കൊക്കെ പൊതുവേ ദേഷ്യം കൂടുതലാണെന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ തടി കൂടി മെലിഞ്ഞു എന്ന് കേൾക്കുന്നതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസാണ്. നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നിനക്ക് എന്നും ഇങ്ങനെയാണോ, ഇതിനൊരു അന്ത്യമില്ലേ, നിനക്ക് വീണ്ടും ഇങ്ങനെയാണോ, നിന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇത്തരം ഡയലോഗ്സ്, ഇങ്ങനെയൊക്കെ വള്ളികൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന എന്നെപ്പോലുള്ളവർ കേൾക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ചോദിക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാളോട് നമ്മൾ കയറി ദേഷ്യപ്പെടും. അത് ചിലപ്പോൾ ആരാണെന്നോ എന്താണെന്നോ നമുക്ക് നോക്കില്ല, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. നമ്മൾ ഈ ചോദ്യങ്ങൾ കുറേ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക കഴിവതും. അതായത് ദേ ഫേസിങ്, അത് ചിലപ്പോൾ അവർ റിയാക്ട് ചെയ്യുന്നത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കില്ല. മോസ്റ്റ് പ്രോബബ്ലി അവർ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കുറേ കേൾക്കുന്നുണ്ടാവും. അതിൽ കുറേ പരിഹാസം ഉണ്ടാവും, കളിയാക്കലുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ജെന്യുവനായിട്ടായിരിക്കും ചോദിക്കുന്നത്, എന്നിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് ചീത്ത പറയുന്നത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത്. അത് പൊതുവെ നിങ്ങളോടുള്ള ദേഷ്യമല്ല, അത് അവരനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ മൈഗ്രെയിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ PCOD ഉള്ളവർക്കൊക്കെ തലവേദന, ബോഡി പെയിൻ, അതൊക്കെ സ്ഥിരമായിട്ട് കൂടപ്പിറപ്പാണ്. എന്നും ഇങ്ങനെ വരുമോ എന്ന് ചോദിക്കുന്നതൊക്കെ ഭയങ്കര എന്താണ്, അത് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ആ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. കൂടാത്തതിന് ഈ ജന്മന ഒടുവും ചതവും ഒക്കെ കൂടപ്പിറപ്പായിട്ട് കിട്ടുന്നവർക്ക് അവർക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതേ കണ്ടുവരും, അവരൊന്നും ചെയ്തില്ലെങ്കിൽ കൂടെ അവർക്കത് വരും. എൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് വണ്ടി ഒന്ന് ബ്രേക്ക് ഇട്ടതാ, അതിന്ന് ഇതുവരെ എത്തി, സർജറി വരെ എത്തി നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കേസ് തന്നെ കേട്ടോ പറഞ്ഞു.